ഇപ്പം വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം അബ്ഡോമിനിൽ നിന്ന് സിസേഴ്സ് കിട്ടി എന്നൊരു വാർത്തയാണ്. ബീയിങ് എ ഡോക്ടർ, ശരിക്കും ഒരു സർജിക്കൽ സേഫ്റ്റി നമ്മുടെ കേരളത്തിലുണ്ടോ സർ? സർജിക്കൽ സേഫ്റ്റി ആദ്യം അത് കത്രികയല്ല, അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹീമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ഒരു ചെറിയ ഓക്കെ. അവയവമാണ് അത്. ആദ്യമേ പറയട്ടെ, അതൊരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടുള്ളതല്ല. അതൊരു നെഗ്ലിജൻസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അത് നമുക്ക് നടക്കാൻ പാടുള്ള കാര്യമല്ല. ഞാൻ അതിനെക്കുറിച്ച് ന്യായീകരിക്കുകയോ ഒന്നുമല്ല. എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിതൊരു എന്താ പറയുക, മനുഷ്യൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈ എന്ത് സർജറി എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതിൻ്റെ അകത്ത് എറർ വരും. അത് മലയാളി ചെയ്യുന്നതുകൊണ്ടോ കേരളത്തിൽ ചെയ്യുന്നതുകൊണ്ടോ ഗവൺമെൻറ് ആശുപത്രി ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നോക്കുക. നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ മൊബൈലുണ്ട്. മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ എടുത്തിട്ട് റീറ്റെയിൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെ റീറ്റെയിൻഡ് സർജിക്കൽ ഫോറിൻ ബോഡി എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇത് വേൾഡ് ഓവർ എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ആരും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഈ സർജറി എന്ന് പറയുന്ന ഒരു ടീമാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ അല്ലെങ്കിൽ സർജൻ എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ ക്യാപ്റ്റനാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പുള്ളിക്കാണ്. എന്ത് സംഭവിച്ചാലും ഹീ ഈസ് റെസ്പോൺസിബിൾ. കാരണം പേഷ്യൻ്റ് പുള്ളിയുടെ ഉത്തരവാദിത്തത്തിലാണ് സർജറിക്ക് വേണ്ടി ചെല്ലുന്നതും അകത്ത് ചെല്ലുന്നതും ചെയ്യപ്പെടുന്നത്. ബട്ട് ഇത് ഒരാൾ തന്നെ വിചാരിക്കുന്ന ഒരു ടീമിൻ്റെ കാര്യമാണ്. അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ സർജിക്കൽ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു. ഈ റീറ്റെയിൻ സർജിക്കൽ ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക.